അരുവിക്കര തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായി ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ഗ്രൂപ്പ് കളിക്ക് അവസരം നോക്കിയിരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. അപ്പോഴതാ അപ്രതീക്ഷിതമായി ഒരു കേന്ദ്രത്തിൽ നിന്ന് വെടിവെപ്പ്. KPCC പ്രസിഡന്റ് VM സുധീരൻ ചെന്നിത്തലയ്ക്ക് കടുപ്പത്തിലൊരു അടി കൊടുത്തു കളഞ്ഞു. പോലീസിന്റെ നിഷ്ക്രിയത്വവും TP വധവുമൊക്കെ വീണ്ടും കുത്തിപ്പൊക്കി ബാർക്കോഴയിൽ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചുപിടിക്കാനാണത്രേ സുധീരന്റെ പുതിയ പടപ്പുറപ്പാട്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ടപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് കുറേ കൂടി ജാഗ്രതയും കുറേ കൂടി ശ്രദ്ധയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം കണ്ണൂരിലൊരു സ്ഥിരം പതിവ് കുറേ കാലമായി തുടരുന്നുണ്ട്. ഇപ്പോഴല്ല, പഴയ കാലം മുതൽ തുടരുന്നതാണ്. ഈ പ്രതികളുടെ ലിസ്റ്റ് കൊടുക്കുന്നത് CPM. യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നാളെ കോടതിയിൽ കേസ് വന്നാൽ രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായി ഈ ലോക്കൽ പോലീസുമായി ഒരു ധാരണയിലെത്തി പ്രതികളുടെ ലിസ്റ്റ് കൊടുക്കുന്നൊരു പതിവ് പഴയ കാലത്തുണ്ട്. ഇടക്കാലത്ത് അത് കുറച്ച് കുറവ് വന്നതാണ്. അത് വീണ്ടും നടക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അക്രമം ആര് നടത്തിയാൽ ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കാൻ പാടില്ല. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അദ്ദേഹം ഏത് സാഹചര്യത്തിലാണെന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും പ്രത്യേക കേസുകൾ അദ്ദേഹത്തിന് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാട്ടിയാൽ പരിശോധിക്കും. കണ്ണൂരിനെ പൂർണ്ണമായും അക്രമ വിമുക്തമാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. ഒരു ഭാഗത്ത് CPM, മറുഭാഗത്ത് BJP, അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് അക്രമങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൗരവപൂർവ്വം തന്നെ എടുക്കും. അത് അതിന് പരിഹാരം ഉണ്ടാക്കും. ഏതായാലും ഈ കാര്യത്തിലും കർശനമായ നടപടി സ്വീകരിച്ച് അക്രമത്തോട് ഒരു കാരണവശാലും സന്ധി ചെയ്യില്ല. ആ സന്ദേശം ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് ശക്തമായ നിലപാടാണ്. പക്ഷേ ആ സന്ദേശം താഴെ തലം വരെ പൂർണ്ണമായി എത്തേണ്ടിയിരിക്കുന്നു. എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും സംഭവം KPCC പ്രസിഡന്റ് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഗൗരവമായി എടുക്കും. യഥാർത്ഥ പ്രതികളെ മാത്രം പോരാ, ഇതിനകത്ത് ഈ സംഭവം നടത്തുന്നവർ ഉപകരണങ്ങൾ കൂടി മാത്രമാണല്ലോ. അവരെ പിടിക്കുന്നതോടൊപ്പം തന്നെ ഇതിന് പ്രേരിപ്പിക്കുന്നവരെ കൂടി നിയമത്തിൻ്റെ പിടിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ കാര്യം വളരെ ഗൗരവത്തോടു കൂടി ആഭ്യന്തര വകുപ്പ് ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് CBIക്ക് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. 2-3 തവണ നമ്മൾ 2 തവണ കത്തെഴുതി. CBI ഏറ്റെടുത്തിട്ടില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുള്ളൊരു വിഷയം. ഞാനൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. TP കേസിൽ തന്നെ ആഭ്യന്തര വകുപ്പ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ, അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയും നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. CBI കേരള പോലീസിന്റെ അന്വേഷണം വളരെ വിജയകരമായിട്ടാണ് മുന്നോട്ട് പോയത്. ഇനിയും അതിന് തുടർന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് രമയുടെ ആവശ്യം കേരള ഗവൺമെന്റ് ഇനിയും എഴുതാൻ തയ്യാറാണ്. CBIക്ക് ഇനിയും എഴുതാനും തയ്യാറാണ്. CBI ഏറ്റെടുക്കുമെങ്കിൽ അത് നല്ല കാര്യമാണ്. രമയുടെ പരാതി ന്യായമാണ്. രമ ഈ കാര്യത്തിൽ ഉന്നയിച്ച പരാതി വളരെ ന്യായമാണ്. കാരണം ഇതിൻ്റെ പ്രഭവ സ്ഥാനം കണ്ടുപിടിക്കേണ്ടത് ആവശ്യം. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല എന്ന വിമർശനമാണ് രമയ്ക്കുള്ളത്. അതുകൊണ്ടാണ് CBI അന്വേഷണം വേണം എന്ന് അവർ നിരന്തരമായി ആവശ്യപ്പെട്ടത്. സുധീരന്റെ ചിരി താങ്ങാൻ ചെന്നിത്തലയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ സഹായം വേണ്ടിവരും. ബാറടയ്ക്കാൻ ചെന്നിത്തലയുടെ സഹായം കിട്ടിയതുപോലെ. സംഗതി എന്തായാലും കോൺഗ്രസുകാർ ആവേശത്തിലാണ്, പ്രത്യേകിച്ചും ചാനൽ ക്യാമറയ്ക്ക് മുന്നിൽ. അതൊരു ഇടവേള കഴിഞ്ഞ് പലർക്കും താല്പര്യം നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോൾ TV മുഖം കാണിക്കാനായിട്ട്. കാരണം ഒരുപാട് ദേശീയ നേതാക്കളൊക്കെ പ്രസംഗിക്കുന്ന യോഗങ്ങളായതുകൊണ്ട് എല്ലാ ചാനലിലൂടെയും ലൈവ് ടെലികാസ്റ്റ് ഉൾപ്പെടെയുള്ള സംവിധാനം.